നമസ്കാരം. ഇന്ന് പരിചയപ്പെടുന്നത് ഹരിത സാവിത്രി എഴുതിയ സിൻ എന്ന നോവലാണ്. മാതൃഭൂമി ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻസ് 460 രൂപയാണ് വില വരുന്നത്. മറ്റൊരു പ്രത്യേകത, 2023 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി കൂടിയാണിത്. ഇനി പുസ്തകത്തിലേക്ക്. തന്റെ പഠനകാലത്ത് ഒരു കുർദിഷ് യുവാവുമായി പ്രണയത്തിലായ സീത എന്ന മലയാളി പെൺകുട്ടി. ആ പ്രണയത്തിന്റെ പേരിൽ അവൾ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ്. അങ്ങനെ തന്റെ കാമുകനെ അന്വേഷിച്ച് അവൾ തുർക്കിയിലേക്ക് യാത്ര തിരിക്കുകയാണ്. തുർക്കിയിലെത്തുന്നത് വരെ അവിടെ നടക്കുന്ന വംശീയ ഹത്യകളെക്കുറിച്ചോ യുദ്ധങ്ങളെക്കുറിച്ചോ ഒന്നും അവൾക്ക് യാതൊരു ധാരണയുമില്ല. ഗർഭിണിയായ അവൾ അവന് വേണ്ടി തിരച്ചിൽ ആരംഭിക്കുകയാണ്. എന്നാൽ ടർക്കി പട്ടാളക്കാരുടെ ഭാഷയിൽ അവളുടെ കാമുകൻ ഒരു ഭീകരവാദിയാണ്. അങ്ങനെയുള്ള അവളെ ഭീകരവാദി എന്ന് മുദ്രകുത്തപ്പെട്ട് ടർക്കിഷ് പട്ടാളക്കാർ അറസ്റ്റ് ചെയ്യുന്നു. ഗർഭിണിയാണ് എന്നുള്ള പരിഗണന പോലും ലഭിക്കാതെ അതിക്രൂരമായി അവൾ റേപ്പ് ചെയ്യപ്പെടുകയാണ്. ഉദരത്തിലുള്ള കുഞ്ഞു ഭ്രൂണം പോലും പകുതി പുറത്തു വന്ന രീതിയിലാണ് അവൾ ഉപേക്ഷിക്കപ്പെടുന്നത്. ഈ നോവലിൽ കൂടി ഹരിത സാവിത്രി കാണിച്ചു തരുന്നത് പ്രണയത്തിനപ്പുറം കുർദിഷ് ജനത അനുഭവിച്ച വംശീയ ഹത്യയുടെ നേർമുഖമാണ്. നെഞ്ചിലും കണ്ണിലും ഒരു നീറ്റലില്ലാതെ ഈ പുസ്തകം വായിച്ചു തീർക്കാൻ ആർക്കും സാധിക്കില്ല. ഒരു ഭാരമാണ് ഇത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അനുഭവപ്പെട്ടത്. പലപ്പോഴും ഇത് അടച്ചു വെച്ചാലോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു. തിമൂർ പറഞ്ഞതുപോലെ എനിക്ക് അങ്ങനെ സീതയെ ഉപേക്ഷിക്കാനാവില്ലല്ലോ. വളരെ നല്ല ആഖ്യാന രീതി, മനസ്സിൽ എല്ലായ്പ്പോഴും കൊളുത്തി വലിക്കുന്ന ഒരു ഫീലാണ് എൻ്റെ വായനയിൽ ഞാൻ ചേർത്തിട്ടുണ്ട്. നിങ്ങളും ചേർക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി.